ഹലോ എവരിവൺ, എല്ലാവർക്കും ഈസിറ്റ് ബാക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പുതിയ ഒരു മന്ത്രിസഭ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് അല്ലേ. കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കേരളത്തിന് ഒരു മന്ത്രിസഭയും ഒരുപാട് മന്ത്രിമാരും ഉണ്ടായിരിക്കുകയാണെന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പ്രധാനമായിട്ടും 21 മന്ത്രിമാരാണ് എന്ത് ചെയ്യുന്നത്, മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് എന്ത് ചെയ്യുന്നത്, ചുമതലയേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ മന്ത്രിമാരും അവരുടെ ഈ പറയുന്ന വകുപ്പുകളും അല്ലെ, ചിലതൊക്കെ ഒരു കോഡിലൂടെയും അതേപോലെ തന്നെ വിവിധ സിനിമകളിലൂടെ അല്ലെ നമ്മൾ കണ്ട് പഴകിയിട്ടുള്ള ഒരുപാട് സിനിമകളിലെ ചില സീനുകളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു ചില കോഡുകളൊക്കെ വർക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് പറഞ്ഞ കോഡുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തയ്യാറാക്കി പഠിക്കാനും അതേപോലെ തന്നെ മറ്റ് കോഡുകൾ ഉപയോഗിച്ച് പഠിക്കാം. അതേപോലെ തന്നെ നമ്മുടെ കോഡ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്ന വഴിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചിന്തിച്ച് എടുക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പൊ തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി അല്ലെ, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ 10 വർഷത്തെ ഈ പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവി അദ്ദേഹം ഒഴിഞ്ഞ് പകരം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന LDF ഭരണത്തിന്റെ അവസാനം കുറിച്ചുകൊണ്ട് പുതുതായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറയുന്ന VD സതീശൻ എന്ന് പറയുന്നത്. 1964 മെയ് 31 എറണാകുളത്തെ നെട്ടൂരിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ജനിക്കുന്നത് എന്നുള്ളതാണ്. 1986 MG സർവകലാശാല യൂണിയൻ ചെയർമാൻ ആയിരുന്നു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് പറവൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, തോൽവി നേരിടുന്നു. എന്നിട്ട് 2001 തന്നെ പറവൂരിൽ നിന്നും കന്നി വിജയം നേടി അദ്ദേഹം മേയർസഭയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, MLA ആയിട്ട് അദ്ദേഹം എത്തുന്നുണ്ട്. 2006, 2011, 2016, 2021 ഈ പറയുന്ന തുടർച്ചയായി ഇതേ കാലഘട്ടത്തിൽ അദ്ദേഹം MLA ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതേ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിൽക്കാലങ്ങളിൽ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട്, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം എത്തിച്ചേരുകയും അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ 2026 അല്ലെ ഈ പറയുന്ന മാർച്ച് 4 ഫലപ്രഖ്യാപനം വന്ന് മുഖ്യമന്ത്രി ആരാണെന്ന് ഈ പറയുന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ കേരളത്തിന്റെ 24ാം മുഖ്യമന്ത്രിയായിട്ട് ആര് വരുന്നു, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ത് ചെയ്യുന്നുണ്ട്, എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഈ പറയുന്ന കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന 13ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ VD സതീശൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ ആണല്ലോ. അപ്പൊ VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് പൊതുഭരണം, മറ്റൊന്ന് ആസൂത്രണം, മൂന്നാമത് ധനകാര്യം, നാലാമത് തുറമുഖം, അഞ്ചാമത് നിയമം എന്നീ പറയുന്ന മേഖലയാണ് അദ്ദേഹം പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ ഒരുപാട് മറ്റു വകുപ്പുകളുമുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയതും വളരെ നമുക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് വകുപ്പുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന VD സതീശൻ അദ്ദേഹം അദ്ദേഹം പ്രധാനമായിട്ടും ചുമതലയേറ്റിട്ടുണ്ടായിരുന്നു അല്ലെ, അദ്ദേഹം നയിക്കേണ്ട അല്ലെ ആ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് 1 പൊതുഭരണം, 2 ആസൂത്രണം, 3 ധനകാര്യം, 4 തുറമുഖം, 5 നിയമം എന്നിങ്ങനെയാണ് അല്ലെ. ഇനി എങ്ങനെ ഓർത്തിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓർത്തിരിക്കാം. അതായത് ആസൂത്രണമായി തുറമുഖം വഴി ധനം പൊതുവഴിയിലൂടെ കടത്തവേ സതീശൻ പിടിച്ച് എന്ത് ചെയ്തു, ജയിലിൽ ഇട്ടു എന്നുള്ളതാണ് അല്ലെ. സതീശൻ പിടിച്ച് ജയിലിൽ ഇട്ടു എന്ന് പറഞ്ഞ എന്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാം എന്നുള്ളതാണ്. സതീശൻ പിടിച്ച് ജയിലിൽ ഇട്ടു, അതായത് ആസൂത്രിതമായി. നോക്കിയേ, നമ്മുടെ ദൃശ്യം സിനിമയിലെ ആസൂത്രണം അല്ലേ, നമ്മുടെ വരുണിനെ അങ്ങോട്ട് തട്ടുകെട്ട് എന്ത് ചെയ്തു, ആസൂത്രണം ചെയ്യുന്നു അല്ലെ. അപ്പൊ ആദ്യം എന്ത് വരണം, ആസൂത്രണം വരണം അല്ലെ. ആസൂത്രിതമായി തുറമുഖം വഴി. നോക്കിയേ, നമ്മുടെ പഞ്ചാബി ഹൗസിനകത്ത് നമ്മുടെ ദിലീപിനെ പൊക്കിക്കൊണ്ട് ഹരിശ്രീ അശോകൻ വരുന്നൊരു വരവാണ് കാണുന്നത് അല്ലെ, ബോട്ടിനകത്ത് തുറമുഖം, ബോട്ട് അല്ലെ, തുറമുഖം വഴി. ധനം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വർണ്ണമാണ്. നമ്മുടെ റോക്കി ബായുടെ കൈയിരിക്കുന്ന 24 കാരറ്റ് ഒന്നാതരം സ്വർണ്ണമാണ് അല്ലെ. അപ്പൊ ധനം പൊതുവഴിയിലൂടെ അല്ലെ, പൊതുവഴിയിലാണ് പാവിരിച്ചിടക്കുന്ന ജഗതിയെ കാണാലോ അല്ലെ, പൊതുവഴിയിൽ പാവിരിച്ചിടക്കുന്ന ജഗതിയെ കാണാലോ സിനിമയ്ക്കകത്ത് അല്ലെ. അപ്പൊ പൊതുവഴിയിലൂടെ കടത്തവേ അല്ലെ സതീശൻ പിടിച്ച് എന്ത് ചെയ്തു, ജയിലിൽ ഇട്ടു എന്നുള്ളതാണ് അല്ലെ. ഈ പറയുന്ന ആസൂത്രണം ചെയ്ത ആളെ എന്ത് ചെയ്തു, പിടിച്ച് ജയിലിൽ ഇട്ടു എന്നുള്ളതാണ്. അപ്പൊ ആസൂത്രിതമായിട്ട് തുറമുഖം വഴി ധനം പൊതുവഴിയിലൂടെ കടത്തവേ സതീശൻ പിടിച്ച് ജയിലിൽ ഇട്ടു എന്നുള്ളത് ആലോചിക്കുക. അതായത് ആസൂത്രണമായി, അതായത് ഈ പറഞ്ഞ ആസൂത്രണം, തുറമുഖം, ധനം, അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ പൊതുഭരണം അല്ലെ, പൊതുഭരണം. അതേപോലെ തന്നെ ജയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും നിയമമാണ് ഇവിടെ കേട്ടോ. ജയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നിയമം വഴിയാണല്ലോ ആളുകൾ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ജയിലിൽ ഇട്ടു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലേക്ക് കടന്നു വരേണ്ട എന്താണത്, അത് ഈ പറഞ്ഞ രീതിയിൽ നിയമമാണ്.
ഓക്കെ അല്ലേ? അപ്പം ഈ പറയുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ പ്രധാനമായിട്ട് മനസ്സിലേക്ക് കടന്നു വരുന്ന സമയങ്ങളിൽ ഈ 5 ഇമേജുകളോട് വെച്ച് എന്ത് ചെയ്യാൻ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് ആസൂത്രണം, രണ്ടാമത് തുറമുഖം, മൂന്നാമത് എന്താണ് റോക്കി ബാഴ കയ്യിരിക്കുന്നത് എന്താണ്, അത് ധനമാണ് അല്ലെങ്കിൽ എന്താണ് ഗോൾഡ് ആണ്, അതായത് ധനകാര്യം. അതേപോലെ തന്നെ പൊതുവഴിയിൽ കിടക്കുന്നു, അതായത് പൊതുഭരണം അല്ലെ, ജയില്, അതായത് എന്താണ് നിയമം എന്നീ മേഖലകൾ എന്ത് ചെയ്യണം, വലിയ എന്നീ ഭാഗങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തണം. അടുത്തതാണ് ആഭ്യന്തരം, വിജിലൻസ് എന്നീ പറയുന്ന ഭാഗങ്ങൾ ഈ പറയുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ് അല്ലെ. രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് ഹരിപ്പാടാണെന്നുള്ളതാണ് അല്ലെ. മണ്ഡലം ഏതാണത്? ഹരിപ്പാടാണെന്നുള്ളതാണ്. എങ്ങനെ ഓർത്തിരിക്കാം? ആഭ്യന്തര കുറ്റവാളിയായ തലേ വിജിലൻസ് പാടുപെട്ട് പിടിച്ചു എന്ന് ആലോചിച്ചാൽ മതി അല്ലെ. ആഭ്യന്തര കുറ്റവാളിയായ തലേ വിജിലൻസ് പാടുപെട്ട് പിടിച്ചു. അതായത് തല ആരാണ്? നമ്മുടെ തല അല്ലെ. നമ്മുടെ തല ഇപ്പൊ തല ഓർത്തിരിക്കില്ലേ? നമ്മുടെ ഈ പറയുന്ന എന്താണ് മോഹൻലാൽ തല, അതായത് തലയെന്ന് പറയുമ്പോൾ ആരാണത്? രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തര കുറ്റവാളിയെ നോക്കിയേ, നമ്മുടെ ആസിഫ് അലിയുടെ ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കുക. രണ്ട് രീതിയിലായാലും നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ഓടിയെത്തണം? ആഭ്യന്തരം എന്ന് പറയുമ്പോൾ ആരെ ഓടിയെത്തണം? ഈ പറയുന്ന രീതിയിൽ രമേശ് ചെന്നിത്തല ഓടിയെത്തണം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ആഭ്യന്തര കുറ്റവാളിയായ തലേ അല്ലെ. തല ഒരു ആഭ്യന്തര കുറ്റവാളിയാണ് അല്ലെ. വാസ്കോ അല്ലെങ്കിൽ തല നോക്കിയേ, വാസ്കോ അല്ലെങ്കിൽ നമ്മുടെ തല എന്താണ്? ആഭ്യന്തര കുറ്റവാളിയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വളരെ പാടുപെട്ടാണ് നോക്കിയേ ഓടിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പിടിച്ച് എവിടെ ഇട്ടത്? ജയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആഭ്യന്തര കുറ്റവാളിയായ തലേ വിജിലൻസ് പാടുപെട്ട് പിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഓർത്തിരിക്കണം, ആരാണ് തലയെന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല അല്ലെ. പാടുപെട്ട് പിടിച്ചു എന്നുള്ളതാണ്. പാട്, ഏത് പാട്? ഹരിപ്പാട്. ഏത് പാട്? ഹരിപ്പാട്. അപ്പൊ വിജിലൻസും ആഭ്യന്തരവും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഹരിപ്പാട് നിന്നും ജയിച്ചു വന്നിട്ടുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയാണ് എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, തല പാട്ട് കേൾക്കുമ്പോൾ ഓർത്തിരിക്കണം ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. ഓക്കെ അല്ലെ. അടുത്തതാണ് വൈദ്യുതിയും പരിസ്ഥിതിയും അല്ലെ. ആരാണ്? വൈദ്യുതിയും പരിസ്ഥിതിയും. അത് കൈകാര്യം ചെയ്യുന്നത് സണ്ണി ജോസഫ് ആണ്. നിയോജക മണ്ഡലം പേരാവൂരാണ് അല്ലെ. നോക്കിയേ, പെരപ്പുറത്തെ വൈദ്യുത പോസ്റ്റിൽ നിന്നും വീണ സണ്ണിയുടെ സ്ഥിതി മോശമാണെന്നുള്ളതാണ് അല്ലെ. പെരപ്പുറത്തെ വൈദ്യുതി പോസ്റ്റിൽ നിന്നും വീണ സണ്ണിയുടെ സ്ഥിതി മോശമാണ്. സണ്ണി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഏതായിരിക്കാം? മണിച്ചിത്രത്താഴിലെ സണ്ണി തന്നെയാണ് അല്ലെ. ഈ പറയുന്ന മെന്റലിസ്റ്റ് അല്ലെ ഈ പറയുന്നത് എന്താണ്? മാനസിക രോഗ വിദഗ്ധനായിട്ടുണ്ടായിരുന്ന സണ്ണിയുടെ മുഖമാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതേ സണ്ണിയെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ പറയുന്ന രീതിയിൽ എന്താണ് അയാൾ കഥ എഴുതുകയാണെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മുടെ മോഹൻലാൽ കൊണ്ടുവന്ന് എന്താണ് സ്വിച്ചിനകത്ത് അമ്പത്തും വേർത്തടിച്ച് വീഴുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ചത് പെരപ്പുറത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എന്തിലേക്ക് എത്തിച്ചാണ്? പേരാവൂരിലേക്ക് എത്തിച്ചാണ് കേട്ടോ. പേര ഓക്കെ, അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പേരാവൂര്. ഓക്കെ, പേരാവൂര്. വൈദ്യുതി അല്ലെ. അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗമാണ് അല്ലെ, ഒരു വകുപ്പാണ് വൈദ്യുതി എന്ന് പറയുന്നത് അല്ലെ. സണ്ണിയുടെ സ്ഥിതി മോശമാണെന്നുള്ളതാണ് അല്ലെ. ഇപ്പോഴത്തെ പെരപ്പുറത്തെ വൈദ്യുതി പോസ്റ്റിൽ നിന്നും വീണ സണ്ണിയുടെ സ്ഥിതി എന്താണ്? മോശമാണ്. കിടക്കുന്ന കിടപ്പ് കണ്ട സ്ഥിതി മോശമല്ലേ. ഇറത്തടിച്ച് വീണ സ്ഥിതി മോശമാവാതിരിക്കുവോ? ഏത് സ്ഥിതി? പരിസ്ഥിതി. ഏത് സ്ഥിതിയാണത്? പരിസ്ഥിതിയാണ് സ്ഥിതി. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ പേരാവൂരിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ടായിരുന്ന സണ്ണി അല്ലെ, സണ്ണി ജോസഫ്. ഓർത്തിരിക്കണേ, സണ്ണി. അപ്പൊ അദ്ദേഹം എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നത്? വൈദ്യുതിയും അതേപോലെ പരിസ്ഥിതിയുമാണ്. അപ്പൊ പെരപ്പുറത്തെ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വീണ സണ്ണിയുടെ സ്ഥിതി എന്താണ്? മോശമാണ്. പേരാവൂര്. വൈദ്യുതിയും അതേപോലെ പരിസ്ഥിതിയുമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആരാണ്? സണ്ണി ജോസഫ് ആണ് അല്ലെ. അടുത്തത് എന്താണ്? അടുത്തതാണ് ആരോഗ്യവും ദേവസ്വവും കൈകാര്യം ചെയ്യുന്നത് വട്ടിയൂർക്കാവിൽ നിന്നും ജയിച്ചു വന്നിട്ടുണ്ടായിരുന്ന കെ മുരളീധരനാണ് അല്ലെ. ഈ പറയുന്ന ഇംഗ്ലീഷിലാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇംഗ്ലീഷിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നോക്കിയേ, മുരളി ആരോഗ്യത്തിനായിട്ട് കാവിൽ വട്ടി നേർച്ച നടത്തി എന്നുള്ളതാണ് അല്ലെ. എന്താണ് ഈ പറയുന്ന? മുരളി ആരോഗ്യത്തിനായിട്ട് കാവിൽ വട്ടി നേർച്ച നടത്തി. ഇവർ വട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഇത് ഈ എന്താണ് ചെറിയ പാത്രമൊക്കെയാണ് കേട്ടോ. ചെറിയ പാത്രം ഈ പറയുന്ന എന്താണ് ഈ പൂവ് മറ്റു സാധനം കൊണ്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ, വട്ടി. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ മുരളി ആരോഗ്യത്തിനായിട്ട് കാവില് വട്ടി നേർച്ച നടത്തി എന്നുള്ളതാണ് അല്ലെ. മുരളി ആരാണ്? മുരളി എന്ന് പറയുന്നത് കെ മുരളീധരനാണ്. ഇവിടുത്തെ എന്ന് പറയുന്ന മുരളി എന്ന് പറയുന്നത് ആരോഗ്യത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് അല്ലെ. കാവ് എന്ന് പറഞ്ഞ അമ്പലം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താണ്? ദേവസ്വം ഉണ്ട് അല്ലെ. വട്ടി നേർച്ച നടത്തി. ഏത് വട്ടി? വട്ടി എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവാണ് അല്ലെ. ഏത് വട്ടിയാണത്? അത് വട്ടിയൂർക്കാവാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. വട്ടി നേർച്ച നടത്തി. അപ്പൊ ഓർത്തിരിക്കുമല്ലോ, നമ്മുടെ നിവിൻ പോളിയുടെ അമ്പലത്തിൽ നിന്നാണ് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അല്ലെ. ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് മുരളി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മുരളി ഓർത്തിരിക്കണമല്ലോ. മുരളി ആരോഗ്യത്തിനായിട്ട് കാവിൽ വട്ടി നേർച്ച നടത്തി എന്ന് ആലോചിക്കുക. മുരളി ആരോഗ്യം എന്താണ്? ദേവസ്വം. വട്ടി എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ്. ഓക്കെ അല്ലെ. അടുത്തതാണ് വ്യവസായം, IT, വാണിജ്യം അല്ലെ. വ്യവസായം, IT, വാണിജ്യം എന്നിവ എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ് അല്ലെ. കുഞ്ഞാലിക്കുട്ടി. മണ്ഡലം മലപ്പുറം അല്ലെ. ഏതാണ് മണ്ഡലം? ഏതാണ്? മലപ്പുറം. നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലേക്ക് ഓടിയെത്തണം? നമ്മുടെ സ്വന്തം മോഹൻലാലിന്റെ കുഞ്ഞാലി മരക്കാർ ഓടിയെത്തണം അല്ലെ. എന്താണ്?
കുഞ്ഞാലി മരക്കാർ കൂടി എത്തണം അല്ലെ. കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞ എന്താണ്? അദ്ദേഹം പണ്ട് അല്ലെ ഈ പറയുന്ന സൈന്യാധിപനൊക്കെ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഈ പറഞ്ഞ ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, വ്യവസായം ഉണ്ടായിരുന്നു, വാണിജ്യം ഉണ്ടായിരുന്നു. ആലോചിക്കല്ലേ, കപ്പലിനകത്ത് പണ്ട് വ്യവസായ സാധനങ്ങളല്ലേ കയറ്റിക്കൊണ്ട് പോയിരുന്നത്. അതിന്റെ കപ്പിത്താനായിരുന്നു ആരെന്ന് പറയുന്നത്? കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കണേ, കുഞ്ഞാലി എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? വ്യവസായമാണ് ചെയ്യുന്നത് അല്ലെ. ഈ പറയുന്ന രീതിയിൽ പണ്ടത്തെ വാണിജ്യം, വ്യവസായം പണ്ട് കാലം മുതലേ ഉള്ളതാ അല്ലെ. പണ്ട് കാലം മുതലേ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കോഴിക്കോട് എന്തുണ്ടായിരുന്നു? വ്യവസായം ഉണ്ടായിരുന്നു അല്ലെ, വാണിജ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഓർത്തിരിക്കണം അല്ലെ, IT ഉണ്ട്. ഓക്കെ, മോഹൻലാൽ കമ്പ്യൂട്ടർ വേണ്ടി നടന്നു പോകുന്ന കണ്ടോ. അപ്പൊ ഈ ഒരു 3 ഇമേജ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ഓടി എത്തേണ്ടത്? ഈ പറയുന്ന IT-യുമായി ബന്ധപ്പെട്ട അല്ലെ. ഈ പറയുന്ന പണ്ട് കാലങ്ങളില് അപ്പൂപ്പന്മാരുടെ കാലത്ത് എന്തുപയോഗിച്ചു അവര്? ഈ പറയുന്ന രീതിയിൽ കപ്പൽ ഉപയോഗിച്ച് വാണിജ്യവും വ്യവസായവും നടത്തി. ആധുനിക കാലത്ത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നു എന്ന് ആലോചിച്ചാൽ മതി. എന്ത് വഴി? IT വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി. അപ്പൊ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും ജയിച്ചു വന്ന വ്യക്തിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 വകുപ്പ് എന്ന് പറയുന്നത് ഒന്ന് വാണിജ്യം, വ്യവസായം. ഇത് ഓർത്ത് എളുപ്പമാണ്. വാണിജ്യം, വ്യവസായം പെട്ടെന്ന് ഓർത്തിരിക്കുക അല്ലെ. വാണിജ്യവും വ്യവസായവും പിന്നെ ഒന്നെന്താണ്? IT-യുമാണ്. അടുത്താണ് PC വിഷ്ണുനാഥ് അല്ലെ. PC വിഷ്ണുനാഥ് കുണ്ടറയിൽ നിന്നും ജയിച്ചു വന്നിട്ടുണ്ടായിരുന്ന PC വിഷ്ണുനാഥ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് 3 വകുപ്പുകളാണ്. ഒന്ന് വിനോദസഞ്ചാരം, സാംസ്കാരികം, സിനിമ. വിനോദസഞ്ചാരം, സാംസ്കാരികം, സിനിമ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത് നോക്കുക, സംസ്കാരിയായ വിഷ്ണുനാഥ് വിനോദയാത്ര സിനിമ കാണാൻ കുണ്ടറ എത്തിയെന്ന് ആലോചിച്ചാൽ മതി. സംസ്കാരി അല്ലെ. സംസ്കാരി എന്ന് പറയുന്ന അപ്പുറത്തെ ഒരു പരിഷ്കാരിയാണ് അവിടെ നിൽക്കുന്നത് അല്ലെ. ഒരു പരിഷ്കാരിയാണ് അവിടെ നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന പരിഷ്കാരിയായിട്ടുണ്ടാകും. പരിഷ്കാരി എന്ന് പറയുന്ന അപ്പുറത്തെ സംസ്കാരി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. സംസ്കാരമൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുട്ടനാണ് നിൽക്കുന്നത് അല്ലെ. ഇവിടെ ഈ പറയുന്ന ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടനാണ് നിൽക്കുന്നത് അല്ലെ. സംസ്കാരമൊക്കെ മനസ്സിലുള്ള അല്ലെ. ഈ പറയുന്ന രീതിയിൽ എന്താണ് എന്നെ ചേട്ടാന്നൊക്കെ വിളിക്കണം എന്നൊക്കെ പറയാറില്ല സിനിമയ്ക്കകത്ത് അല്ലെ. അപ്പൊ സംസ്കാരിയായ കുട്ടനാണ് നിൽക്കുന്നത് അല്ലെ. പരിഷ്കരിയായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അപ്പൊ കുട്ടനെ മനസ്സിലേക്ക് ഓടിയെത്തണം അല്ലെ. അപ്പൊ സംസ്കാരിയായ വിഷ്ണുനാഥ് എന്താണ്? വിനോദയാത്ര സിനിമ കാണാൻ കുണ്ടറ എത്തി എന്ന് ആലോചിച്ചാൽ മതി. വിനോദയാത്ര സിനിമ ഉണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സംസ്കാരിയായ, അതായത് സാംസ്കാരികം. അടുത്ത എന്താണ്? വിഷ്ണുനാഥ് ആരാണ്? നമ്മുടെ PC വിഷ്ണുനാഥ് ആണ്. അതേപോലെ തന്നെ വിനോദയാത്ര സിനിമയല്ലേ. അപ്പൊ സിനിമയും കിട്ടി, വിനോദ സഞ്ചാരവും കിട്ടി അല്ലെ. അദ്ദേഹം എവിടെയാണ് സിനിമ കാണാൻ വേണ്ടി എത്തിയത്? എവിടെയാണ്? കുണ്ടറ അണ്ടിയാപ്പീസിലാണെന്ന് പറയരുത്, കുണ്ടറയാണ് കേട്ടോ. അവിടെ അണ്ടിയാപ്പീസ് ഒന്നും ഇല്ല കേട്ടോ. എന്താണ്? കുണ്ടറയാണ് കേട്ടോ, കുണ്ടറയാണ്. ഓക്കെ, ഓർത്തിരിക്കണം എവിടെയാണ് വരുന്നത്? കുണ്ടറയാണ്. അപ്പൊ ഓർത്തിരിക്കുക, സംസ്കാരിയായ വിഷ്ണുനാഥ് വിനോദയാത്ര സിനിമ കാണാൻ കുണ്ടറ എത്തി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഒന്ന് ഇപ്പൊ സാംസ്കാരികം, മറ്റൊന്ന് എന്താണ് വിഷ്ണുനാഥ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് ഒന്ന് സാംസ്കാരികം, മറ്റൊന്ന് പറയുന്നത് വിനോദസഞ്ചാരം, അടുത്തത് സിനിമ അല്ലെ. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മണ്ഡലം ഏതാണ്? കുണ്ടറയാണ്. അടുത്താണ് AP അനിൽകുമാർ റവന്യൂ അല്ലെ. എന്താണ്? AP അനിൽകുമാർ റവന്യൂ. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം വണ്ടൂരാണ് അല്ലെ. വണ്ടൂരിൽ നിന്ന് ജയിച്ചു വന്ന AP അനിൽകുമാറിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്ന റവന്യൂ ആണ്. അതായത് അനിയാനിൽ അല്ലേ. ഇവിടെ ഇപ്പൊ നന്ദന സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ അനിയാനിൽ വണ്ട് വീണ റവ തിന്നരുത് എന്ന് പറയും അല്ലെ. എന്താണ്? അനിയാനിൽ വണ്ട് വീണ റവ തിന്നരുത്. അതായത് റവ മീൻസ് റവന്യൂ ആണ് അല്ലെ. റവ മീൻസ് റവന്യൂ ആണെന്ന് എന്ത് ഓർത്തിരിക്കുക. വണ്ട് മീൻസ് വണ്ടൂരാണ് അല്ലെ. എന്താണ്? വണ്ട് മീൻസ് വണ്ടൂരാണ്. അനിയാനിൽ, അനിൽ ഓർത്തിരിക്കണേ. എന്താണ്? AP അനിൽകുമാർ റവന്യൂ. അനിയാനിൽ അതാണ് അനിൽകുമാറിനെ. അനിയാനിക്ക് എന്ത് കിട്ടണം? അനിൽകുമാറിനെ കിട്ടണം അല്ലെ. വണ്ട് വീണ റവ തിന്നരുത്. വണ്ടൂര്. റവ എന്ന് വെച്ചാൽ എന്താ? റവന്യൂ. ഓക്കെ അല്ലെ. റവന്യൂ. ഓക്കെ ആണല്ലോ. സെറ്റ് അല്ലേ. അപ്പൊ എന്താണ്? അനിയ എന്ന് പറഞ്ഞാൽ അനിൽകുമാർ, വണ്ടെന്ന് പറഞ്ഞ ഓർത്തിരിക്കണം. എന്താണ്? വണ്ടൂര്. അദ്ദേഹത്തിന്റെ വകുപ്പ് റവന്യൂ. അടുത്തതാണ് കൃഷി. ഇത് പെട്ടെന്ന് മനസ്സിലാക്കെത്തും. കൃഷി നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. കൃഷി ടി സിദ്ദിഖ് കൽപ്പറ്റയാണ്. എങ്ങനെ ഓർത്തിരിക്കാൻ നോക്കിയേ. നമ്മുടെ ഈ പറയുന്ന സന്ദേശ സിനിമയ്ക്ക് നമ്മുടെ സിദ്ദിഖ് അദ്ദേഹം എന്ത് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? അദ്ദേഹം കൃഷി വകുപ്പിലെ ഓഫീസറാണ് അല്ലെ. മണ്ണ് തിന്നിട്ട് അതിന്റെ ആംതി പറ്റും. PH പറയുന്ന ആളാണ് അല്ലെ. മണ്ണ് തിന്നിട്ട് PH പറയുന്ന ആളാണ്. ഇവിടെ മൊത്തം കല്ലാന്നാണ് പുള്ളി പറയുന്നത് അല്ലെ. ഇവിടെ മൊത്തം കല്ലാണ് ചേട്ടാ, ഇവിടെ മൊത്തം കല്ലാണ്, കൃഷി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അല്ലെ. അപ്പൊ എന്താണ്? കല്ല് മീൻസ് കൽപ്പറ്റ. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്താണ്? കൽപ്പറ്റയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഏത് വകുപ്പാണ്? കൃഷിയാണ്. അപ്പൊ സന്ദേശ സിനിമ ഓർക്കുമ്പോൾ ഏത് സിനിമ എപ്പോഴായാലും നിങ്ങൾ ഈ സന്ദേശ സിനിമ കാണുവാണെങ്കിൽ ഓർക്കണം, സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്ന എന്താണ്? കൃഷിയാണ് അല്ലെ. സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്ന എന്താണ്? കൃഷിയാണ് അല്ലെ. ഓക്കെ അല്ലെ. പിടി കിട്ടുമല്ലോ. സന്ദേശ സിനിമ ഓർക്കണം കേട്ടോ. എന്താണ്? ഈ പറയുന്ന രീതിയിൽ സന്ദേശത്തെ സിനിമയ്ക്കകത്ത് സിദ്ദിഖ് ഏതാണ്? അദ്ദേഹം കൃഷി വകുപ്പിലെ ഓഫീസറാണ് അല്ലെ. ചേട്ടാ ഇവിടെ മൊത്തം കല്ല. പുള്ളി പറയുന്നത് എന്തുവാ? ഇവിടെ മൊത്തം കല്ല, ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പുള്ളി പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മണ്ഡലം എന്താണ്? കൽപ്പറ്റയാണ്. അടുത്തതാണ് വനിതാ, ശിശുക്ഷേമം, തൊഴിൽ എന്നീ പറയുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ബിന്ദു കൃഷ്ണ. നമ്മുടെ കൊല്ലത്ത് നിന്നും ജയിച്ചു വന്നിട്ടുണ്ടായിരുന്ന ബിന്ദു കൃഷ്ണ അല്ലെ. നമ്മുടെ കൊല്ലത്ത് നിന്നും ജയിച്ചു വന്നിട്ടുള്ള ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഒന്ന് വനിതാ ശിശുക്ഷേമം, അടുത്തതാണ് തൊഴില് അല്ലെ. നോക്കിയേ, ഇല്ലത്തെ കൃഷ്ണൻ ശിശു ആയിരുന്നപ്പോഴും തൊഴിൽ ചെയ്താ ജീവിച്ചത് അല്ലെ. ഇല്ലത്തെ കൃഷ്ണൻ
എന്താണ് ശിശുവായിരുന്നപ്പോഴും തൊഴിൽ ചെയ്താ ജീവിച്ചത്? ഇല്ലം, അതായത് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട അല്ലേ, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, അതായത് കൊല്ലത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അത് മറ്റെന്തെങ്കിലും വഴിയിൽ ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലാത്ത പക്ഷെ ഇങ്ങനെ ഓർത്തിരിക്കുക, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയും അല്ലെ, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്നും കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നും പറയാം. അത്തരത്തില് ഇല്ലത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണൻ. ഓക്കെ, നമ്മുടെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്, വെറുതെയാണോ അദ്ദേഹം നടന്നത്? അല്ല, അദ്ദേഹം പശുവിനെ വെച്ച് തൊഴിൽ ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ബാല്യകാലം മുതലേ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് കൃഷ്ണൻ ശിശുവായിരുന്നപ്പോഴും, അതായത് ശിശുക്ഷേമം, വനിത ശിശുക്ഷേമം അല്ലെ, പുള്ളിക്ക് അല്ലെങ്കിലും ഈ പറയുന്ന വനിതകളുടെ കാര്യത്തിൽ ഒരുപാട് കെയർ ഉള്ള വ്യക്തിയായിരുന്നു അല്ലെ, വനിതകളുടെ കാര്യത്തിൽ ഒരുപാട് കെയർ ഉള്ള വ്യക്തിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ ബിന്ദു കൃഷ്ണ ഏതാണ്, ഏതില്ലത്തിൽ നിന്നാണ്, കൊല്ലത്തു നിന്നാണ് അല്ലെ. ഏതില്ലമാണെന്ന് ചോദിച്ചാൽ കൊല്ലമാണെന്ന് പറയണം. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, ആരാണ്, ബിന്ദു കൃഷ്ണ അല്ലെ. അല്ലെങ്കിൽ കൃഷ്ണൻ എന്തുണ്ട്, വനിതകളുടെ കാര്യത്തിലും ശിശുക്കളുടെ കാര്യത്തിലും എന്ത് ചെയ്യുന്നു, ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാണ് അല്ലെ. കൃഷ്ണൻ ശിശുവായിരുന്നപ്പോഴും തൊഴിൽ ചെയ്താ ജീവിച്ചത് അല്ലെ, ആടിനെ പശുവിനെയൊക്കെ മേയിച്ചാണ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് തൊഴിലും വനിതാ ശിശുക്ഷേമവും നോക്കുന്നത് ആരാണ്, ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് നിന്നും ജയിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ബിന്ദു കൃഷ്ണ. അടുത്തതാണ് AK തുളസി പ്രധാനമായിട്ടും കൊങ്ങാട്, പാലക്കാട്ടെ കൊങ്ങാട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ജയിച്ചു വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം MLA ആയിട്ടുണ്ടായിരുന്ന AK തുളസി എന്താണ് കൈകാര്യം ചെയ്യുന്നത്, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് അല്ലെ. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് എന്ത് ചെയ്യുന്നത്, AK തുളസി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെ ഓർത്തിരിക്കാം, അത് ഇച്ചിരി പാടായിരിക്കും, എന്നിരുന്നാലും ഓർത്തിരിക്കുക. കൊങ്ങയ്ക്ക് വരുന്ന എല്ലാ വർഗ്ഗരോഗത്തിനും തുളസി ബെസ്റ്റ് ആണെന്ന് ആലോചിച്ചാൽ മതി. കൃഷ്ണ തുളസി കണ്ടോ, ചുമ വരുമ്പോ എന്ത് ചെയ്യും, ഉടനെ എടുത്ത് കമത്ത് എങ്ങോട്ടേക്ക്, വായിലോട്ട് ഓർത്താൽ മതി. കൊങ്ങയ്ക്ക് വരുന്ന, കൊങ്ങ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഈ ഭാഗമാണ് കേട്ടോ. ഓക്കെ, കൊങ്ങയ്ക്ക് വരുന്ന എല്ലാ വർഗ്ഗരോഗത്തിനും തുളസി ബെസ്റ്റ് ആണെന്ന് ആലോചിച്ചാൽ മതി. അതായത് കൊങ്ങാട് പറഞ്ഞ കൊങ്ങാടാണ് അല്ലെ, കൊങ്ങാടാണ്. വർഗം എന്ന് ഉദ്ദേശിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് അല്ലെ. അതിന്റെ എല്ലാം എന്താണ്, തുളസി ബെസ്റ്റ് ആണ്. അത് ഏത് തുളസിയാണ്, ഈ പറഞ്ഞ കൃഷ്ണ തുളസി അല്ല, AK തുളസിയാണ് കേട്ടോ. ഏതാണത്, AK തുളസി. അപ്പൊ കൊങ്ങാട്, കൊങ്ങയ്ക്ക് വരുന്ന എല്ലാ വർഗ്ഗരോഗത്തിനും തുളസി ബെസ്റ്റ് ആണ്. ഓക്കെ അല്ലേ. അപ്പം കൊങ്ങാട് ഓക്കെ അല്ലേ. അടുത്ത എല്ലാ വർഗ്ഗരോഗത്തിനും പട്ടികജാതി പട്ടികവർഗം അല്ലെ. ആരാണ് അവിടുത്തെ MLA, ആരാണ്, AK തുളസിയാണ് MLA അല്ലെ. അടുത്താണ് M ലിജു UDF-ൽ നിന്നും കായംകുളത്ത് നിന്നും ജയിച്ചു വന്നിട്ടുണ്ടായിരുന്നു. M ലിജുവിന് കൊടുത്തിട്ടുണ്ടായിരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് എക്സൈസും സഹകരണവുമാണ് അല്ലെ. എക്സൈസും സഹകരണമാണ്, ഓർത്തിരിക്കണം. എക്സൈസും സഹകരണവുമാണെന്ന് എന്ത് ചെയ്യാം, ഓർത്തിരിക്കുക. അപ്പൊ M ലിജു എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഒന്ന് എക്സൈസും സഹകരണവുമാണ്. കായംകുളത്ത് നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ജയിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. നോക്കിയേ നമ്മുടെ സ്വന്തം എന്താണ്, അമർ അക്ബർ അന്തോണിക്കകത്ത് അല്ലെ, രമേശ് പിഷാടി പുള്ളി MLA ആണ് അല്ലെ. പാലക്കാട് നിന്ന് ജയിച്ചു വന്ന MLA ആണ് പുള്ളി. നോക്കിയേ, കയ്യിൽ വിലം കിട്ടു പോകുന്നത് എന്തിനാണ്, അമർ അക്ബർ അന്തോണി സിനിമയ്ക്കകത്ത് പുള്ളി നല്ല സഹകരണമുള്ള ആളാണ് അല്ലെ. നാട്ടുകാരുമായിട്ട് നല്ല സഹകരണമുള്ള ടൈപ്പുള്ള ആളാണ്. പക്ഷെ എന്തിനാ പിടിച്ചത്, ഏത് കേസിനാ പുള്ളിയെ പൊക്കിയത്, നല്ലവനായ ഉണ്ണി ഏത് കേസിനാ പൊക്കിയത്, കഞ്ചാവ് കേസിനാണ് പൊക്കിയത് അല്ലെ. എക്സൈസ് പൊക്കി എന്തിനാ, കഞ്ചാവ് കേസിനാണ് അല്ലെ. നല്ലവനായ ഉണ്ണി എന്താണ്, നാട്ടുകാർ നല്ല സഹകരണമാണ്. അപ്പൊ സഹകരണം അല്ലെ, സഹകരണം. അതേപോലെ തന്നെ പിന്നെന്താണ്, എക്സൈസ് അല്ലെ. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന M ലിജു ആണ്. അപ്പൊ പൊക്കിയത് ആരാന്ന് ആലോചിക്കുക, ആക്ഷൻ ഹീറോ ബിജു അല്ല, ഇവിടെ ആക്ഷൻ ഹീറോ ലിജു ആണെന്നുള്ളതാണ് അല്ലെ. നിങ്ങൾ ആക്ഷൻ ഹീറോ ബിജു സിനിമയിലെ നമ്മുടെ നിവിൻ പോളി നടന്നു വരുന്നത് പോലെ തന്നെ അല്ലെ, നിങ്ങൾ ആരെ ആലോചിക്കണം, നമ്മുടെ ലിജുവിനെ ഓർക്കണം. ആക്ഷൻ ഹീറോ ബിജു അല്ല, ഇവിടെ ആക്ഷൻ ഹീറോ ലിജു. ആരെ പൊക്കി, ഈ പറയുന്ന നാട്ടിലൊക്കെ നല്ല പേരുള്ള അല്ലെ, നല്ലവനായ ഉണ്ണി എന്ത് ചെയ്തു, അവനാണെങ്കിൽ നല്ല സഹകരണം ഉള്ളവനായിരുന്നു. അവൻ കഞ്ചാവ് കൃഷി ചെയ്തു, അവന്റെ എക്സൈസ് അവനെ തൂക്കി അല്ലേ. അപ്പൊ ആലോചിച്ചാൽ മതി. ആക്ഷൻ ഹീറോ ലിജു, നമ്മുടെ സ്വന്തം ലിജു എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് സഹകരണവും മറ്റൊന്ന് എക്സൈസുമാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമയിലെ ചിത്രം കാണും എന്താ ആലോചിക്കണം, ഈ പറയുന്ന രീതിയിൽ എന്തിനാണ് രമേശ് പിഷാരടിയെ തൂക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇതിനകത്ത് നല്ലവനായ ഉണ്ണി എന്തിനാണ് തൂക്കിയത്, അദ്ദേഹം ആ ടെറസിന്റെ മണ്ടയ്ക്ക് അല്ലെ, നല്ല സഹകരണമാണ്. നാട്ടുകാരെല്ലാം നല്ല സഹകരണമാണ് അല്ലെ, പറയാറില്ലേ, അവനെ കണ്ടു പഠിക്കണമെന്ന് പറയും അല്ലെ. അത്ര സഹകരണമാണ് അല്ലെ. പുള്ളി എന്താണ് അവിടെ നടത്തിയത്, എക്സൈസ് പൊക്കുന്ന കേസാണ് അല്ലെ. എന്താണ്, കഞ്ചാവ് കൃഷിയാണ് നടത്തിയത് അല്ലെ. കഞ്ചാവ് കൃഷിയാണ് നടത്തിയത് അല്ലെ. പറയുന്ന രീതിയിൽ അതെല്ലാം കുത്തി എന്ത് ചെയ്തു, കുളവാക്കി ആലോചിച്ചാൽ മതി അല്ലെ. എല്ലാം കുളവാക്കി കളഞ്ഞു. അതായത് കായംകുളം ഓക്കെ അല്ലെ. കായംകുളത്ത് നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതാണ് OJ ജനീഷ്. അദ്ദേഹത്തിന് കുറച്ച് അധികം എന്ത് ചെയ്യുന്നുണ്ട്, വകുപ്പുകൾ പ്രധാനമായിട്ടും ഉണ്ട്. ഒന്ന് യുവജനക്ഷേമം, മറ്റൊന്ന് കായികം, അടുത്തത് മ്യൂസിയം, അടുത്തത് രജിസ്ട്രേഷൻ. OJ ജനീഷ് പ്രധാനമായിട്ട് നിയോജക മണ്ഡലം നോക്കുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഓർത്തിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സിനിമ ക്ലിപ്സ് ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ഒന്ന്, യുവജനങ്ങൾ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ആലോചിക്കുക. ഈ പറഞ്ഞ യുവജനങ്ങൾ റേഷൻ കടയിൽ പോകുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം അല്ലെ. റേഷൻ കടയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യുവജനങ്ങൾ പോകുന്ന കണ്ടോ, എന്താണ്, കുറച്ച് മ്യൂസിക് കേട്ടാണ് പോകുന്നത് അല്ലെ.
സ്വല്പം മ്യൂസിക് കേൾക്കാം അല്ലെ, സ്വല്പം മ്യൂസിക് കേൾക്കാം. അപ്പൊ എന്ത് ഓർമ്മ വരണം? ഈ പറയുന്ന രീതിയിൽ മ്യൂസിക് ഓർമ്മ വരണം അല്ലെ, മ്യൂസിക് ഓർമ്മ വരണം. അപ്പൊ എന്താണ് മ്യൂസിക് എന്ന് ഉദ്ദേശിക്കുന്നത്? മ്യൂസിയം ആണ് കേട്ടോ. എന്താണ് ഇതിയുടെ? മ്യൂസിയം ആണ് അല്ലെ, മ്യൂസിയം ആണ്. അതേപോലെ തന്നെ റേഷൻ ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ ആണ് കേട്ടോ. എന്നാൽ റേഷൻ രജിസ്ട്രേഷൻ ആണ്, രജിസ്ട്രേഷൻ അല്ലെ. ഓക്കെ അല്ലെ. അതേപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന ഇത് എന്താണ്, നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടം ഉണ്ടല്ലോ, ഒളിമ്പ്യൻ അന്തോണി അല്ലെ. ആ സിനിമയ്ക്കകത്ത് പറയാറില്ലേ, എന്താടാ നിന്റെ പെട്ടിയിലെ 4 വളയണം, നിന്റെ അച്ഛൻ എന്താ പണ്ട് സർക്കസിലായിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്ന നമ്മുടെ വട്ടോളി ഉണ്ടല്ലോ, നമ്മുടെ വട്ടോളി പുറേ നോക്കിയേ അല്ലെ, പുറേ നമ്മുടെ മോഹൻലാലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? കായികം അല്ലെ, എന്താണ്? കായികം. അടുത്തത് യുവജനക്ഷേമമാണ് വേണ്ടത് അല്ലെ, യുവജനക്ഷേമം, ജനക്ഷേമം, ജനം ആരാണ്? OJ ജനീഷ് അല്ലെ. ഏതാണ്? OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അടുത്ത നോക്കുക, റോജി എം ജോൺ ആണ്. റോജി എം ജോൺ ഏതാണ്? ഉന്നത വിദ്യാഭ്യാസമാണ് റോജി എം ജോൺ എന്ന് പറയുന്നത് അല്ലെ. റോജി എം ജോൺ കൈകാര്യം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസം. അങ്കമാലിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ജയിച്ചു വന്നത് അല്ലെ. അങ്കമാലിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ജയിച്ചു വന്നിട്ടുണ്ടാകുന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതാണ് എന്താണ്? ഉന്നത വിദ്യാഭ്യാസമാണ്. ഇത് എങ്ങനെ ഓർത്തിരിക്കാന്നറിയാവോ? പ്രധാനമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ കിലുക്കൻ സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയാറില്ലേ, അങ്കമാലിയിൽ അമ്മാവൻ നിന്റെ ആരാന്നാ പറയുന്നത് അല്ലെ. ജോജി അല്ലെ, ഇവിടെ റോജിയാണ് അല്ലെ. ആരാണ് ഇവിടെ? റോജിയാണ്. അപ്പൊ അങ്കമാലിയിൽ അമ്മാവന്റെ ആരാന്നാ പറയുന്നത്? പ്രധാനമന്ത്രിയാണല്ലേ അല്ലെ, പ്രധാനമന്ത്രിയാന്നല്ലേ പറയുന്നത്. അപ്പൊ അങ്കമാലിയിൽ നിന്നാണ് ആര് ജയിച്ചു വന്നത്? റോജി ജയിച്ചു വന്നത് അല്ലെ. ഈ പറയുന്ന നമ്മുടെ മോഹൻലാല് രേവതി എന്തോ വലിയ വീട്ടിലെ കൊച്ചാണ്, ഒരുപാട് വിദ്യാഭ്യാസം ചെയ്ത കൊച്ചാന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? മോഹൻലാൽ എന്ത് ചെയ്യുന്നത്? ഊട്ടിയിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആലോചിക്കണം, ഉന്നത വിദ്യാഭ്യാസം അല്ലെ, ഉന്നത വിദ്യാഭ്യാസം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ പറയുന്ന റോജി എം ജോൺ ആണ്. റോജി എം ജോൺ എവിടുന്നാണ് ജയിച്ചു വന്നത്? അങ്കമാലിയിൽ നിന്നാണ് അല്ലെ. അടുത്തതാണ് KM ഷാജി. KM ഷാജി വേങ്ങരയിൽ നിന്നും ജയിച്ചു വന്ന KM ഷാജി, അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത് അല്ലെ. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം നിയോജക മണ്ഡലം വേങ്ങരയാണ് അല്ലെ. എങ്ങനെ ആലോചിക്കാം? നിങ്ങൾ ആലോചിച്ച ആട് 3 സിനിമ ഉണ്ടല്ലോ, ആട് 3 സിനിമയ്ക്കകത്ത് നമ്മുടെ ഷാജി പാപ്പൻ രാജാവല്ലേ, ഭരണമല്ലേ, തദ്ദേശ സ്വയംഭരണമല്ലേ. അപ്പൊ ചോദിക്കുകയാണ്, നീ ആരാടാൻ ചോദിച്ചിട്ട് എവിടെ നിന്ന് പറയണം? ആരാ ചോദിച്ചാൽ വേങ്ങരയാന്ന് പറയണം അല്ലെ. ആരാ? വേങ്ങര അല്ലെ. ആരാ? വേങ്ങര. അപ്പൊ എന്താണ്? എവിടുന്ന? നിയോജക മണ്ഡലം വേങ്ങര അല്ലെ. മന്ത്രി ഈ പറയുന്ന ആരാണ്? KM ഷാജിയാണ്. എങ്ങനെ ഓർത്തിരിക്കണം? നമ്മുടെ ഷാജി പാപ്പന്റെ പേര് വെച്ച് ഓർത്തിരിക്കണം അല്ലെ. അദ്ദേഹം ഭരണം നടത്തുന്നുണ്ട്. ആട് 3 ഭരണം അല്ലെ, തദ്ദേശീയരെ ഭരിക്കുന്നു, തദ്ദേശ സ്വയംഭരണം. ഓക്കെ അല്ലെ. അടുത്തതാണ് M ഷംസുദ്ദീൻ വിദ്യാഭ്യാസമാണ് കൈകാര്യം ചെയ്തത്. മണ്ണാർക്കാടാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് അല്ലെ. മണ്ണാർക്കാട്. എങ്ങനെ ഓർക്കാം ചോദിച്ചാൽ, മണ്ണ് കൊണ്ട് സ്കൂൾ ഉണ്ടാക്കുമായിരുന്നു ഷംസു അല്ലെ. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മമ്മൂട്ടി, അദ്ദേഹം ഈ പറയുന്ന എന്താണ്, ബാലനെ ഓർമ്മിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നതാണ് അല്ലെ. ഈ പറയുന്നത്, ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു? അവന്റെ പാത്രം നീട്ടി തിരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ വിഷമമുള്ള കാര്യം പറയാറില്ല. അപ്പൊ മണ്ണ് കൊണ്ട് സ്കൂൾ ഉണ്ടാക്കുമായിരുന്നു ഷംസു. അപ്പൊ എന്താണ്? മണ്ണാർക്കാട്ട് നിന്നും ജയിച്ചു വന്നിട്ടുണ്ടായിരുന്ന സ്കൂൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം അല്ലെ, വിദ്യാഭ്യാസം. സ്കൂൾ ഉണ്ടാക്കുമായിരുന്നു ഷംസു. അതായത് ആര്? ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ. അടുത്ത നോക്കാം. അടുത്തതാണ് PK ബഷീർ പൊതുമരാമത്ത് വകുപ്പാണ് കൈകാര്യം ചെയ്തത്. അദ്ദേഹം നിയോജക മണ്ഡലം ഏറനാടാണെന്നുള്ളതാണ് അല്ലെ. ഏതാണ് നിയോജക മണ്ഡലം? അത് ഏറനാടാണെന്നുള്ളതാണ്. ഏറനാട്ടിലെ ഉപ്പുപ്പാന്റെ ആനയെ മരത്തിലാ കെട്ടിയിരുന്നേ അല്ലെ. ഏറനാട്ടിലെ ഉപ്പുപ്പാന്റെ ആനയെ മരത്തിലാ കെട്ടിയിരുന്ന. ഏറനാട് മണ്ഡലം, ഏറനാട്. മരം പൊതുമരാമത്ത് വകുപ്പ്. ഏത് മരമാണത്? പൊതുമരാമത്ത് വകുപ്പ്. ഉപ്പുപ്പാന്റെ ആന 6 പുസ്തകമാണ്, ബഷീറിന്റെ പുസ്തകമാണ് അല്ലെ. ബഷീറിന്റെ പുസ്തകമാണ് ഉപ്പുപ്പാന്റെ ആന എന്ന് പറയുന്നത്. അപ്പൊ ഏറനാട്ടിലെ ഉപ്പുപ്പാന്റെ ആനയെ എവിടാ കെട്ടിയേക്കുന്നേ? മരത്തിലാ കെട്ടിയിരിക്കുന്നത് അല്ലെ. ഏത് മരം? പൊതുമരാമത്ത് വകുപ്പ് അല്ലെ, പൊതുമരാമത്ത് വകുപ്പ്. ഓർത്തിരിക്കണേ. അപ്പൊ ഏറനാട് പൊതുമരാമത്ത് വകുപ്പ് ആര് കൈകാര്യം ചെയ്യുന്നു? PK ബഷീർ അല്ലെ. ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ അല്ല, PK ബഷീർ ആണ്. ഓക്കെ അല്ലെ. അടുത്തതാണ് VE അബ്ദുൽ ഗഫൂർ അല്ലെ. VE അബ്ദുൽ ഗഫൂർ. അദ്ദേഹം മത്സ്യബന്ധനം, സാമൂഹ്യനീതി എന്നീ പറയുന്ന വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലം കളമശ്ശേരിയാണ് അല്ലെ. എന്താണ്? കളമശ്ശേരിയാണ്. നോക്കിയേ, നമ്മുടെ ഈ പറയുന്ന നാടോടിക്കാറ്റ് സിനിമയ്ക്കകത്ത് അല്ലെ, ഇവർ ഈ പറയുന്ന രീതിയിൽ പറയാറില്ലേ, നമ്മുടെ ഗഫൂർ കാ ദോസ്ത്. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ഈ പറയുന്ന ബോട്ടിലേക്ക് കയറ്റുന്ന ഒരു സീൻ കണ്ടോ? പുറകെ നിൽക്കുന്ന എന്താണ്? ഫിഷറീസിന്റെ ബോട്ടാണ്. അതായത് അദ്ദേഹം ഫിഷറീസ് ആണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഈ പറയുന്ന സിനിമയ്ക്കകത്ത് തന്നെ ബോട്ടിൽ കയറി കഴിയുമ്പോൾ മോഹൻലാൽ പറയുന്ന ഡയലോഗ് ഉണ്ട് അല്ലെ. എന്ത് നല്ല മനുഷ്യനാണ് അദ്ദേഹം അല്ലെ, എന്ത് നല്ല മനുഷ്യനാണ്, നീതിമാനാണ് അദ്ദേഹം അല്ലെ. എന്താണ്? അപ്പം സാമൂഹ്യ നീതി അല്ലെ, നീതിമാനാണ് അദ്ദേഹം, സാമൂഹ്യ നീതി. അദ്ദേഹം എന്ത് പറയില്ല? നീതിമാൻ കള്ളം പറയില്ല. അതായത് നീതി, സാമൂഹ്യ നീതി, കള്ളം പറയില്ല. കളമശ്ശേരി അല്ലെ. എന്താണ്? കളമശ്ശേരി അല്ലെ. കളമശ്ശേരി. അദ്ദേഹം എന്താണ് കൈകാര്യം ചെയ്യുന്നത്?
ഫിഷറീസും സാമൂഹ്യ നീതിയും കൈകാര്യം ചെയ്യുന്നു ആര്? നമ്മുടെ സ്വന്തം ഗഫൂർ ഖാ ദോസ്ത്, അതായത് ഏത് VE അബ്ദുൽ ഗഫൂർ അല്ലെ. അടുത്ത നോക്കുക, മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പും ജലസേചനവുമാണ് എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് കടുത്തുരുത്തിയാണ് അല്ലെ. കടുത്തുരുത്തിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് അല്ലെ. കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന മോൻസ് ജോസഫ്. എങ്ങനെ ഓർത്തിരിക്കുക? മോനെ തുരുത്തിലെ വെള്ളത്തിൽ ചാടരുതെന്ന് അമ്മ പറയുന്ന കേട്ടില്ലേ? മോനെ തുരുത്തിലെ വെള്ളത്തിൽ ചാടരുത് അല്ലെ. ചെറുക്കന് അഹങ്കാരമാണ് അല്ലെ. എന്താണ്? മോനെ തുരുത്തിലെ വെള്ളത്തിൽ ചാടരുത്. ഏത് മോനാണത്? മോൻസ് ജോസഫ് ആണ് അല്ലെ. മോൻസ് ജോസഫ്. തുരുത്ത്, ഏത് തുരുത്ത്? കടുത്തുരുത്തി അല്ലെ. ഏത് തുരുത്താണത്? കടുത്തുരുത്തി. വെള്ളം, ഏത് വെള്ളം? ജലം, അതായത് ജലവിഭവ വകുപ്പ് ജലസേചനം അല്ലെ. ജലവിഭവ വകുപ്പ് ജലസേചനം. അടുത്തതാ ഷിബു ബേബി ജോൺ, നമ്മുടെ സ്വന്തം ചവറയിൽ നിന്നും ജയിച്ചു വന്നിട്ടുണ്ടായിരുന്ന ഷിബു ബേബി ജോൺ അല്ലെ. ബേബി ജോണിന്റെ മകനായിട്ടുണ്ടായിരുന്ന ഷിബു ബേബി ജോൺ, അദ്ദേഹം വനസംരക്ഷണവും നൈപുണ്യ വികസനവുമാണ് എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് അല്ലെ. വനസംരക്ഷണവും നൈപുണ്യ വികസനവുമാണ്. നോക്കിയേ, വനസംരക്ഷണം, ബാംബു ബോയ്സില് വനമല്ലേ, അവർക്ക് സ്കില്ലില്ലേ, അമ്പ് ഇടത്തില്ലേ, സ്കില്ലല്ലേ. നോക്കി, പാമ്പിനെ വരെ കഴുത്തിടണമെങ്കിൽ എന്ത് വേണം? സ്കില്ല് വേണം അല്ലെ. അതായത് നൈപുണ്യ വികസനവും അതേപോലെ തന്നെ വനസംരക്ഷണവും. ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ഉള്ളത്? ഒരു വനമാണുള്ളത് അല്ലെ. അപ്പൊ എന്താണ്? സ്കില്ലും വനസംരക്ഷണവും. ആരാണത്? ഷിബു ബേബി ജോൺ ആണ്. മണ്ഡലം എന്താണ്? ചവറയാണ് അല്ലെ. എന്താണത്? ചവറയാണ്. അടുത്തതാണ് അനൂപ് ജേക്കബ്. അനൂപ് ജേക്കബ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഉപഭോക്തകാര്യവും ഭക്ഷ്യ സിവിൽ സപ്ലൈസുമാണ് എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഉപഭോക്തകാര്യവും ഭക്ഷ്യ സിവിൽ സപ്ലൈസുമാണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം പിറവമാണ് അല്ലെ. എന്താണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം? പിറവമാണ്. എങ്ങനെ ഓർത്തിരിക്കാം? ജേക്കബിന്റെ സ്വർഗരാജ്യം കണ്ടവരല്ലേ നിങ്ങൾ? ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജിമിമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പുള്ളിയുമായിട്ടാണ് ഡീലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കാൻ പുള്ളിയുടെ ഹോട്ടലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ നടക്കുന്ന കസ്റ്റമർ സർവീസ് ആണ് നിങ്ങളെ കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലെ. ഒരു വെയിറ്ററുമാണ് കസ്റ്റമർ സർവീസ് നടത്തുന്നത്. അതായത് ഉപഭോക്തകാര്യം, ഉപഭോക്താക്കളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കൈകാര്യം ചെയ്യുന്നു. ഉപഭോക്താവാണ്. അവിടെ ഇരിക്കുന്നവരെല്ലാവരും എന്താണ്? ഉപഭോക്താവാണ്. കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ് അല്ലെ. ഉപഭോക്താവാണ്. ഉപഭോക്തകാര്യം. അവരെന്ത് കഴിക്കാനിരിക്കുന്നത്? ഫുഡ് കഴിക്കാനാണ് ഇരിക്കുന്നത് അല്ലെ. ഫുഡ് കഴിക്കാനാണ് ഇരിക്കുന്നത്. അതായത് എന്താണ്? ഫുഡ്, സിവിൽ സപ്ലൈസ് എന്നിവയാണ് എന്ത് ചെയ്യുന്നത്? കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് അല്ലെ. ഇതേ സിനിമയിലെയാണ്? ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന സിനിമയിലെയാണ്. അതായത് ഏത് ജേക്കബ്? അനൂപ് ജേക്കബ് അല്ലെ. സിനിമ ഏതാണ്? അനൂപ് ജേക്കബ്. മണ്ഡലം പിറവമാണ് അല്ലെ. ഇതാണിത്, പിറവമാണ്. അടുത്ത് നോക്കുക, CP ജോൺ. ഒന്നും വേണ്ട, ആ ഫോട്ടോയിൽ തന്നെ പിടികിട്ടും അല്ലെ. ഒരു വണ്ടി ഓടിക്കുന്നു. എന്താണ്? ഗതാഗതം അല്ലെ. CP ജോൺ ഗതാഗതം. മണ്ഡലം തിരുവനന്തപുരം അല്ലെ. തിരുവനന്തപുരം ഗതാഗതം. ആരാണ്? CP ജോൺ ആണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലെ. ഇനി പ്രധാനമായിട്ടും ഇനി അറിഞ്ഞിരിക്കണം മറ്റൊന്ന് പറയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ പുതിയ മന്ത്രിസഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ LDF സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്ന പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. സ്പീക്കർ ആരാണ്? സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ഷാനിമോൾ ഉസ്മാൻ ആണെന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ ഗവൺമെന്റ് ചീഫ് വിപ്പ് എന്ന് പറയുന്നത് അപ്പു ജോൺ ജോസഫ് ആണ് അല്ലെ. അപ്പു ജോൺ ജോസഫ് ആണെന്ന് പറയുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജയ്ജു ബാബു ആണെന്ന് പറയുന്നത്. പുതിയ അഡ്വക്കേറ്റ് ജനറൽ T അസഫ് അലി ആണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. T അസഫ് അലി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്, അഡ്വക്കേറ്റ് ജയ്ജു ബാബു എന്ന് പറയുന്നത് പുതിയ അഡ്വക്കേറ്റ് ജനറലുമാണ്. ഓക്കെ അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്ത് പോയത്. വളരെ പെട്ടെന്ന് കൊണ്ട് എന്താണ് ഈ പറയുന്ന വകുപ്പുകളും പ്രധാനപ്പെട്ട മന്ത്രിമാരും ഒന്ന് പറഞ്ഞു പോവുക എന്നുള്ളൊരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ എന്ത് ചെയ്യാം? കമന്റ് ആയിട്ടും അറിയിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന എന്താണ് ഈ പറയുന്ന പോയിന്റുകളും അതേപോലെ തന്നെ കോഡുകളും മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഈ നോട്ടുകളൊക്കെ താഴെ എന്ത് ചെയ്യാൻ പറ്റും? താഴെ കാണുന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ എന്ത് ചെയ്യാം? നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യാം. അതെന്ത് ചെയ്യുന്നു? വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.